ജന്മത്തിച്ചയാകം ഇന്നും തുടരുന്നു. കുരിശിലെ ചോരയിൽ ചാലിയ സ്നേഹം ഇന്നും നൽകുന്നു. ഈ തിരുബലി വരൂ വരൂ പ്രിയജനമേ, വരൂ വരൂ സ്തുതിഗീതവുമാ ബലി തുടങ്ങാൻ സമയമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും ആത്മാവോടുകൂടെ. യേശു പറഞ്ഞ ഒരു ഉപമയാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവനൊരുവൻ്റെ വക്കൽ ചെന്ന്, ഇന്ന് നീ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അതിന് സമ്മതിക്കുകയും എന്നാൽ ജോലിക്ക് പോകാതിരിക്കുകയും ചെയ്തു. രണ്ടാമനോടും അയാളത് അങ്ങനെ തന്നെ പറഞ്ഞു. താൻ പോവുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും രണ്ടാമൻ മാനസാന്തരപ്പെട്ട് ജോലിക്ക് പോയി. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായിട്ട് മാറുക, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. പല വ്യക്തികളും ദൈവത്തോട് പല വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും എല്ലാം നടത്താറുണ്ട്. ഓരോ ആവശ്യം നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി തന്നെയാണത്. എന്നാൽ പിന്നീട് അവർ അത് മറക്കുകയും ആ പ്രതിജ്ഞകളും വാഗ്ദാനങ്ങളുമെല്ലാം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം നമ്മൾ കാത്തുപാലിക്കാൻ കടപ്പെട്ട വ്യക്തികളാണ്. അതെല്ലാം പാലിച്ചു കൊള്ളാമെന്നും വിശ്വാസം രക്ഷിച്ചു കൊള്ളാമെന്നും എല്ലാം നമ്മൾ ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം കാത്തുപാലിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചെയ്യുന്നതായ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഈ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് ദൈവാനുഗ്രഹം അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുന്ന യോഗ്യത ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബലഹീനതയാൽ ചെയ്തു പോയിട്ടുള്ളതായ എല്ലാ പാപങ്ങളെപ്പറ്റി ഓർത്ത് നോക്കി മനസ്സ് വെച്ചുകൊണ്ട് മൗനമായിട്ട് എല്ലാ പാപങ്ങൾക്കും നോക്കി യേശുവിനോട് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ വലയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
വാഴ്ത്തുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് നന്ദി ചൊല്ലും ദൈവം താഴ്മയാ. ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വല്ലോട് രാജനേ. സർവശക്തനാം ദൈവമേ പാവനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകപദാദേവസൂനുവേ കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതന ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിഹന്നാവേ കാരുണ്യം തൂവനേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനിഹന്നാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ. കാരുണ്യം തുടരെ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശു. അങ്ങു മാത്രം പരിപാവനം. അങ്ങു താനികനാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തിമാകാന്മം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാകുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. എസേക്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിപൂർവമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ കേൾക്കുക. എൻ്റെ വഴികൾ നീതിപൂർവമല്ല, നിങ്ങളുടെ വഴികൾ നീതിക്ക് നിരക്കാത്തത്. നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവനെ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും.
അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. സ്മരിക്കണം. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിച്ചിരിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കാരുണ്യപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും നയിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് അരുൾ ചെയ്യുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അക്കാലത്ത് യേശു വൃദ്ധാചാര്യന്മാരോടും പ്രമാണികളോടും ചോദിച്ചു: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ പുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചവനുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും
സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചനുശിക്ഷിക്കപ്പെടാത്തവനും പിതാവിന്റെ സത്യനികരമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരാൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധികളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വൃത്തഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മത്സരം വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തിന് വേണ്ടി വരുവൻ. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനെന്ന് പുറപ്പെടുന്നവനും പിതാവിന്റെ പുത്രനൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും പരിശുദ്ധ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നിന്ന് ശ്രവിച്ച് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്കും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്ക് അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് തടവുകാർക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാലനമായ ദേവരാജ്യത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവിധത്തിലുള്ളതായ പകർച്ചവ്യാധികളിൽ നിന്ന് പൈശാശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്തെ ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. ആമേൻ. ഈ ഭൂമി വേദിക്കു മുൻപിൽ വന്ദനമിടുന്നു ഞാനിൻ പിതാവേ, പൂർണ്ണമായെന്നെ നിനക്കേകുവാൻ ജീവിതം കാഴ്ചയായിക. ഈ ഭൂമി വേദിക്കു മുൻപിൽ വന്ദനമിടുന്നു ഞാനിൻ പിതാവേ, പൂർണ്ണമായെന്നെ നിനക്കേകുവാൻ. പിതാവേ, പിതാവേ, പൂർണ്ണമായെന്നെ സ്വീകരിക്കൂ. പിതാവേ, പിതാവേ, പൂർണ്ണമായെന്നെ സ്വീകരിക്കൂ. സഹോദരനെ, നമ്മൾ അർപ്പിക്കുന്ന ഈ വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസ്വയം നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അങ്ങേ കൽപ്പനകളെ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠരായ ശുശ്രൂഷയുടെ ധർമ്മത്തോട് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് ദൈവരഹസ്യങ്ങളിൽ അങ്ങ് പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം,
കായനുവർ ഞങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യരക്ഷാകരവുമാണല്ലോ. എന്നാൽ പാവത്തിൻ്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രൻ്റെ രക്തത്താലും ആത്മാവിൻ്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒന്നിച്ചു കൂട്ടുവാൻ അങ്ങ് തിരുവള്ളമായല്ലോ. അങ്ങനെ തിത്വത്തിൻ്റെ ഐക്യത്തിൽ ഒന്നിപ്പിക്കപ്പെട്ട ജനം അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിൻ്റെ സ്തുതിക്കായി ക്രിസ്തുവിൻ്റെ ശരീരവും ആത്മാവിൻ്റെ ആലയവുമായ സഭയായി അറിയപ്പെടുന്നു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ സ്തുതിഗീതികൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിമ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനെ ഗുരുജനത്തെ ഒരുമിച്ച് കൂട്ടിൽ നിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെയോ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദൈവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും
അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തീർക്കാൻ പാർക്കണമേ. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവശം അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായിരി കാണിക്കയെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപടി യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സാന്നിധ്യത്തിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെയും ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തി രക്ഷയും പരിപോഷിപ്പിക്കടയാക്കണമേ. അങ്ങേ ദാസരായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തായോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സർജനങ്ങളോടുമൊത്ത് ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തെരുവുമ്പോൾ നിൽക്കുവാൻ അങ്ങേ തെരുവുകളുമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലാർത്ഥിച്ചതിലേക്ക് കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതരത്തിലാക്കപ്പെടാൻ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണ് എല്ലാ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. സർവശക്തന പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മളുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരണം നമുക്കിപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ മരണം നിൻരാജ്യം സുഖത്തിലേക്കോ നിന്നുള്ള അന്നു വീണ്ടും നോലാഹാരമേ ഞങ്ങൾക്കു നൽകുമാറായിടേണം. അങ്ങേ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ സമാധാനം കനുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കെ വാഴും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ
നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളെ നീ കനിയേണം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവേ, എൻ്റെ ഉള്ളിൽ വാ, സ്നേഹമേ, ആത്മഭാഗ്യമേ, എൻ മനം കാത്തിരിക്കൂ, നിൻ സ്വരം കാതോർത്തിരിക്കൂ, സൗഖ്യദായകാ നീ വരേണമേ. വാ വാ യേശുവേ, എൻ്റെ ഉള്ളിൽ വാ. നീറും ഹൃദയത്തിൽ നീ കുളിർത്തന്നലാ, നീറും ഹൃദയത്തിൽ നീ കുളിർത്തന്നലാ, നീയണഞ്ഞെൻ്റെ കണ്ണുനീരൊത്തിടുമോ, നിന്മാറിൽ ചേർത്തിടുമോ. കോവിഡ് രോഗത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ദേവാലയങ്ങളിൽ 100 പേർ പ്രവേശിക്കാമെന്നുള്ളതായ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വരുന്ന ഞായറാഴ്ച മുതൽ ഇവിടെ 2 കുർബാന ഉണ്ടായിരിക്കും. 6:30 മണിക്കും 8:30 മണിക്കും. 6:30 മണിക്കത്തെ കുർബാനയ്ക്ക് കാഴ്ചയ്പ്പും അതുപോലെ തന്നെ കുർബാനയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് A1 യൂണിറ്റുകാരും A2 യൂണിറ്റുകാരുമാണ്.
രണ്ടാമത്തെ കുർബാന കെട്ടടയ്ക്കുള്ള കുർബാനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് D5 യൂണിറ്റുകാരും D4 യൂണിറ്റുകാരുമാണ്. സാധാരണ ദിവസങ്ങളിൽ 6 മണിക്ക് ഇവിടെ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ 1-ാം തീയതി മുതൽ ജപമാല മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. കുടുംബങ്ങളിൽ ജപമാല ചൊല്ലിക്കൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് മാതൃള്ളതായ ഭക്തിയിൽ വളരാനും അതിലുപരിയായിട്ട് നമ്മളിവിടെ പകർന്നുകൊണ്ടിരിക്കുന്ന ആ പകർച്ചവാദികൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥതായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. പള്ളിയിൽ വരുന്നവർ മാസ്ക് ധരിക്കണം, അതുപോലെ തന്നെ കൈകൾ വൃത്തിയാക്കണം. പനിയുള്ളവർ പള്ളിയിൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരും ചെറിയ കുട്ടികളും പള്ളിയിൽ വരാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പം ഒന്നേയുള്ളൂ, പലരായിരിക്കും നാം ഒരു ശരീരമാണ്. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും നമ്മളെല്ലാവരും ഭാഗവാക്കുകളുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ കുദാശാൽ ഉന്മേഷഭരിതരും പരിഭൂഷിതരുമാകാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങളതുവഴി രൂപാന്തരപ്പെടാനും ഇടയാക്കണമേ. എല്ലാ സ്വർഗീയ ദാനങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പൈശാശക്തികളിൽ നിന്നും എല്ലാവിധത്തിലുള്ളതായ പകർച്ചവ്യാധികൾ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.